മതി. ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശ്വരേ, എന്റെ ഭാരം തീർപ്പാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക, എന്റെ പാപം തീർപ്പാൻ. എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 17-ാം വാക്യം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുത്. താൻ എളിയവനും ദരിദ്രനുമാകുന്നുവെന്ന് ദാവീദ് പറയുമ്പോൾ അത് തൻ്റെ ശാരീരിക കുറവുകളെക്കുറിച്ചല്ല, പിന്നെയോ ആത്മീയ ആശ്രയത്തെക്കുറിച്ചാണ്. ശക്തി, ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം എന്നിവയെ പുകഴ്ത്തുന്ന ലോകത്തിൽ ദാവീദ് തൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുറവുകൾ നിലനിൽക്കുമ്പോഴും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നതിനുമായ ദൈവം വ്യക്തിപരമായി തന്നെ അറിയുന്നു. ഒരിക്കലും അവൻ തന്നെ അവഗണിക്കുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല എന്ന് ദാവീദ് ഈ വാക്യത്തിലൂടെ നമ്മോട് പ്രഖ്യാപിക്കുന്നു. തന്നെ അറിയുന്ന ദൈവം തൻ്റെ സഹായകനും തന്നെ വിടുവിക്കുന്നതിനും ആകുന്നുവെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവം സഹായത്തിൻ്റെ ഉറവിടവും ഒരു വിമോചനവുമാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ തൻ്റെ വ്യക്തിപരമായ ആവശ്യം അംഗീകരിക്കുന്നുവെന്ന് ദാവീദ് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് ബോധവാനാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവസഹായം നമുക്ക് ലഭിക്കുന്നതിൽ കാലതാമസം വരുത്തരുത് എന്ന് ദാവീദിനോട് ചേർന്ന് നമുക്കും ദൈവത്തോട് അപേക്ഷിക്കാം. അവൻ നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് വേഗം ഉത്തരം അരുളും. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് വേഗത്തിൽ ഉത്തരമല്ലണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.